ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂമി ആൻഡ് കേരള. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരു മീൻ പക്കോടയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ബാറ്റർ റെഡിയാക്കാം. ഇപ്പോൾ ഒരു ബൗളിലോട്ട് നമുക്ക് ഒരു ബൗള് കടലമാവ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കതിലോട്ട് ഒരു 2 സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് അതിലോട്ട് ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് അതിലോട്ട് അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഒഴിച്ചെടുക്കാം. അല്പം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ബാറ്റർ മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുത്താൽ മതി. ഒത്തിരി വെള്ളം കൂടി പോകരുത്. ഇനി നമുക്ക് ബാറ്ററിനകത്തോട്ട് മീനിട്ട് മിക്സ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വേളൂരിയാണ്. നമുക്ക് ഏത് മീൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം മീനെല്ലാം ഞാൻ ബാറ്ററിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കാം. ഇപ്പൊ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നമുക്ക് ഏത് ഓയിൽ വേണേലും യൂസ് ചെയ്യാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം വേണം മീൻ ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ നമുക്ക് മറിച്ചിടാനൊക്കെ പാടായിരിക്കും, ഇങ്ങനെ പിടിച്ചിരിക്കും. അപ്പൊ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് മുറിച്ചെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ ഇടുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാനിടയുണ്ട്. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒരു സൈഡ് മുറിച്ചെടുക്കാം. നമുക്ക് മുറിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. ഈ സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിടാം. നമുക്ക് മറു സൈഡും ലോ ഫ്ലെയിമിലിട്ട് തന്നെ മുറിച്ചെടുക്കാം. മീൻ നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. മീനെല്ലാം വറുത്ത് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് സോസിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ നല്ലതാണ്.
അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, തൊട്ടടുത്തുള്ള ബെല്ലിൽ ക്ലിക്ക് ചെയ്യൂ. ഓക്കെ, താങ്ക് യു.